ജി എസ് ടിയിലെ ഓഡിറ്റ് എന്ന് പറഞ്ഞ ഭാഗവുമായിട്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ അതിലെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് സ്പെഷ്യൽ ഓഡിറ്റ്, അതുപോലെ പവർ ഓഫ് സി എ ജി എന്ന് പറയുമ്പോൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ടു കാൾ ഫോർ ഇൻഫർമേഷൻ. സി എ ജിയുടെ പവറും പിന്നെ അതുപോലെ സ്പെഷ്യൽ ഓഡിറ്റ് എന്താണ് എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുന്നത്. സ്പെഷ്യൽ ഓഡിറ്റ് സെക്ഷൻ 66 ആണ് സ്പെഷ്യൽ ഓഡിറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇഫ് at any stage of scrutiny, enquiry, investigation or any other proceedings before him means your tax authority the competent officer who is making that inquiry, scrutiny, etc. Any officer not below the rank of assistant commissioner മിനിമം അസിസ്റ്റന്റ് കമ്മീഷണർ എങ്കിലും ആയിരിക്കണം, അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ആളുകളായിരിക്കണം. ഹാവിങ് regard to the nature and complexity of the case and the interest of revenue is of the opinion that the value has not been correctly declared or the credit availed is not within the normal limits. അസിസ്റ്റന്റ് കമ്മീഷണറുടെ അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് കമ്മീഷണറോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഒരു ടാക്സ് അതോറിറ്റിയുടെ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരു ഓഫീസർ ഒരു സ്ക്രൂട്ടിനിയോ ഒരു എൻക്വയറിയോ ഇൻവെസ്റ്റിഗേഷനോ നടത്തിയിട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയാണ്, അതായത് ആ രജിസ്ട്രേഡ് പേഴ്സൺ അദ്ദേഹത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ വാല്യൂ ഹാസ് നോട്ട് ബീൻ കറക്റ്റ്ലി ഡിക്ലെയർഡ്, അതായത് അദ്ദേഹം ഡീൽ ചെയ്യുന്ന ഐറ്റത്തിൻ്റെ വാല്യൂ പ്രോപ്പറായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നില്ല. ഓർ ദ ക്രെഡിറ്റ് അവൈൽഡ് ഈസ് നോട്ട് വിത്തിൻ ദ നോർമൽ ലിമിറ്റ്. അദ്ദേഹം ആ ഒരു ബൈയിങ് ആൻഡ് സെല്ലിങ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ആക്ടിവിറ്റിയിൽ അദ്ദേഹം അവൈൽ ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലെയിം ചെയ്യുന്ന ക്രെഡിറ്റ്, ഇൻപുട്ട് ക്രെഡിറ്റ്, അത് പ്രോപ്പറായിട്ടല്ല, നോർമൽ ലിമിറ്റ്സ് വെച്ചിട്ടല്ല അദ്ദേഹം അവൈൽ ചെയ്യുന്നത്. അതിലൊക്കെ അങ്ങേയറ്റത്തെ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ട് എന്ന ഒരു സംശയം ഇത് ഇൻസ്പെക്ട് ചെയ്യുന്ന ഒരു ടാക്സ് ഓഫീസർക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഹി മേ വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ് ദ കമ്മീഷണറുടെ അനുവാദത്തോടു കൂടി ഡയറക്റ്റ് സച്ച് രജിസ്റ്റേർഡ് പേഴ്സൺ ബൈ എ കമ്മ്യൂണിക്കേഷൻ ഇൻ റൈറ്റിംഗ് ടു ഗെറ്റ് ഹിസ് റെക്കോർഡ് ഇൻക്ലൂഡിംഗ് ബുക്സ് ഓഫ് അക്കൗണ്ട് എക്സാമിൻഡ് ആൻഡ് ഓഡിറ്റഡ് ബൈ എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓർ എ കോസ്റ്റ് അക്കൗണ്ടന്റ് ആസ് മേ ബി നോമിനേറ്റഡ് ബൈ ദ കമ്മീഷണർ. ഇത്തരത്തിലുള്ള സംശയം ഒരു അസിസ്റ്റന്റ് കമ്മീഷണർക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഒരു വ്യക്തിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു രജിസ്ട്രേഡ് ട്രേഡറുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള സംശയങ്ങൾ തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ കമ്മീഷണറുടെ മുൻകൂട്ടിയുള്ള അനുവാദത്തോടു കൂടി അല്ലെങ്കിൽ പ്രയർ അപ്രൂവലോട് കൂടി ഈ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള നോട്ടീസ് ഇൻ റൈറ്റിംഗ് അദ്ദേഹം ഇഷ്യൂ ചെയ്യും. അദ്ദേഹത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റോ ഓഡിറ്റ് ചെയ്തതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ ഒരു റിട്ടേൺ നോട്ടീസ് കൊടുക്കും. ആരാണോ അത് ഇൻസ്പെക്ട് ചെയ്യുന്ന വ്യക്തി, നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റന്റ് കമ്മീഷണർ, അത്തരത്തിലൊരു നോട്ടീസ് കൊടുക്കും. അപ്പോൾ സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അത് കണ്ടക്ട് ചെയ്യുന്നത് ആരല്ല, ടാക്സ് ഒഫീഷ്യൽസ് അല്ല, അത് ഔട്ട്സൈഡ് പാർട്ടീസിനെയാണ് അവർ ഏൽപ്പിക്കുന്നത്. അത് ഒന്നുകിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കണം അല്ലെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ് ആയിരിക്കണം. അതായത് ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ CA കോഴ്സ് പാസ്സായ ആളെയാണ് നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നുള്ള രീതിയിൽ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് വിങ് അക്കൗണ്ടിങ്ങിൽ സെപ്പറേറ്റ് ഒരു പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ നിലവിലുണ്ട്. അപ്പോൾ ആ ഒരു കോഴ്സ് പാസ്സാവുന്ന ആളാണ് കോസ്റ്റ് അക്കൗണ്ടൻറ്റ് എന്നുള്ള രീതിയിൽ വരുന്നത്. അപ്പോൾ ഇവരിൽ രണ്ടുപേരിൽ ആരെങ്കിലും ഓഡിറ്റ് ചെയ്തതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനാണ് ആര് നോട്ടീസ് കൊടുക്കുന്നത്, ഈ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ടാക്സ് അതോറിറ്റി നോട്ടീസ് കൊടുക്കുന്നത്. ദ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓർ കോസ്റ്റ് അക്കൗണ്ടൻറ്റ് സോ നോമിനേറ്റഡ്, അതായത് ഈ ടാക്സ് ഓഫീസറാണ് എന്ത് ചെയ്യുന്നത്, ഇവരെ നോമിനേറ്റ് ചെയ്യുന്നത്. വിത്തിൻ ദ പീരിയഡ് ഓഫ് 90 days 90 ദിവസത്തിൻ്റെ ഉള്ളിൽ സബ്മിറ്റ് എ റിപ്പോർട്ട് ഓഫ് സച്ച് ഓഡിറ്റ് ഡ്യൂലി സൈൻഡ് ആൻഡ് സർട്ടിഫൈഡ് ബൈ ഹിം ടു ദ സെഡ് അസിസ്റ്റന്റ് കമ്മീഷണർ മെൻഷനിങ് ദെയർ ഇൻ സച്ച് അതർ പർട്ടിക്കുലേഴ്സ് ആസ് മേ ബി സ്പെസിഫൈഡ്. അതായത്
ഇവർ പിന്നീട് ചെയ്യുന്നത്, സ്പെഷ്യൽ ഓഡിറ്റിൽ ചെയ്യുന്നത് ചില സർക്കംസ്റ്റാൻസസ് മാത്രമാണ് അവരവിടെ എന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഈ ഒരു സ്പെഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ ടാക്സ് അതോറിറ്റീസ് കൊടുക്കുന്ന സമയം എന്ന് പറയുന്നത് 90 ഡേയ്സ് ആണ്. 90 ഡേയ്സിൻ്റെ ഉള്ളിൽ അവരെന്ത് ചെയ്യണം, അതിൻ്റെ റിപ്പോർട്ട് കൃത്യമായിട്ട് ടാക്സ് ഒഫീഷ്യൽസിന് സബ്മിറ്റ് ചെയ്യണം. പ്രൊവൈഡഡ് ദാറ്റ് ദ അസിസ്റ്റന്റ് കമ്മീഷണർ മേ ഓൺ ആൻ ആപ്ലിക്കേഷൻ മെയ്ഡ് ടു ഹിം ഇൻ this behalf by the registered person or the chartered accountant or cost accountant or for any material or sufficient reason extend the said period by a further period of 90 days. പ്രോപ്പറായിട്ട് അത് അവർക്ക് ചെക്ക് ചെയ്തിട്ട് അവർക്ക് 90 ദിവസത്തിനുള്ളിൽ അത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ഫർദർ 90 ഡേയ്സ് കൂടി ഈ ഒരു സ്പെഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതിന് അനുവദിച്ചു കൊടുക്കും, എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദ പ്രൊവിഷൻ ഓഫ് സബ്സെക്ഷൻ 1 ഷാൽ ഹാവ് എഫക്ട് നോട്ട്വിത്ത്സ്റ്റാൻഡിംഗ് ദാറ്റ് ദ അക്കൗണ്ട്സ് ഓഫ് ദ രജിസ്റ്റേർഡ് പേഴ്സൺ ഹാവ് ബീൻ ഓഡിറ്റഡ് അണ്ടർ എനി other provisions of this act or any other law for the time being in force. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2 കോടിക്ക് മുകളിലാണ് ടേൺ ഓവർ വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ടും ചാർട്ടേഡ് അക്കൗണ്ടൻസോ കോസ്റ്റ് അക്കൗണ്ടൻസോ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഡിറ്റ് ചെയ്തതിൻ്റെ റിപ്പോർട്ടോട് കൂടിയായിരിക്കണം റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ പറയുന്നത് ദ പ്രൊവിഷൻസ് ഓഫ് സബ്സെക്ഷൻ 1 ഷാൾ ഹാവ് എഫക്ട് നോട്ട്വിത്ത്സ്റ്റാൻഡിംഗ് ദാറ്റ് the accounts of the registered person have been audited under any other provision of this act or any other law for the time being in force. ഇതിന് അതായത് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട്സ് മറ്റ് ഇപ്പോൾ ഈ 2 കോടിക്ക് മുകളിലാണെങ്കിൽ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള അതർ അതോറിറ്റീസ് ഓഡിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ അത് ഓഡിറ്റ് ചെയ്തതിൻ്റെ റെക്കോർഡ്സ് കൂടി ആരവിടെ നോക്കണം, ഈ ടാക്സ് അതോറിറ്റീസ് അത് കൃത്യമായിട്ട് നോക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ ദ രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൾ ബി given an opportunity of being heard in respect of any material gathered on the basis of special audit under subsection 1 which is proposed to be used in any proceedings against him under this act or the rules made thereunder. അതായത് ഏതൊരു നിയമത്തിലാണെന്നുണ്ടെങ്കിലും വാദിക്കും പ്രതിക്കും അവരുടെ സ്റ്റാൻഡ് പറയാനുള്ള ഒരു റൈറ്റ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ രജിസ്റ്റേർഡ് പേഴ്സൺ എന്തെങ്കിലും ക്രൈം നടത്തിയോ എന്നത് ചെക്ക് ചെയ്യാൻ മാത്രമാണ് സ്പെഷ്യൽ ഓഡിറ്റിലൂടെ ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു സംശയം വലിയൊരു സംശയം ആകുമ്പോഴാണ് അത് എന്തിലേക്ക് പോകുന്നത്, സ്പെഷ്യൽ ഓഡിറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ അതിലൂടെ ആ ഒരു സംശയത്തെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് ഫർദർ പ്രൊസീഡിങ്സിന് പോകുന്നതിന് മുമ്പ് ഈ രജിസ്റ്റേർഡ് ടാക്സ് പേഴ്സണ് അല്ലെങ്കിൽ ടാക്സ് പേയർക്ക് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാനുള്ള അവസരം ആരൊരുക്കണം, ഈ ടാക്സ് അതോറിറ്റീസ് കൊടുക്കണം. അദ്ദേഹത്തിന് പറയാനും ഉള്ളത് ആര് കേൾക്കണം, ടാക്സ് ഓഫീസേഴ്സ് കേൾക്കണം. ദ എക്സ്പെൻസസ് ഓഫ് ദ എക്സാമിനേഷൻ ആൻഡ് ഓഡിറ്റ് ഓഫ് റെക്കോർഡ്സ് അണ്ടർ സബ്സെക്ഷൻ 1 ഇൻക്ലൂഡിംഗ് ദ remuneration of such chartered accountant or cost accountant shall be determined and paid by the commissioner and such determination shall be final. ദെൻ ഇവിടെ സ്പെഷ്യൽ ഓഡിറ്റ് നടത്താൻ ടാക്സ് അതോറിറ്റീസ് പുറമേ നിന്നുള്ള ആളുകളെയാണ് നിയോഗിക്കുന്നത്. അപ്പോൾ അവർക്ക് എത്രയാണ് റെമ്യൂണറേഷൻ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആരാണ്, കമ്മീഷണർ, ടാക്സ് കമ്മീഷണറാണ് എത്രയാണ് അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ ഫൈനലായിട്ടുള്ള തീരുമാനം ആരതാണ്, കമ്മീഷണറോ അതായത് ടാക്സ് കമ്മീഷണറതാണ് ഫൈനലായിട്ടുള്ള തീരുമാനം. സ്പെഷ്യൽ ഓഡിറ്റേഴ്സിൻ്റെ റെമ്യൂണറേഷൻ ആൻഡ് അതർ എക്സ്പെൻസസ് അത് ഫൈനലായിട്ട് തീരുമാനിക്കുന്നതും അത് പേയ്മെൻറ്റ് നടത്തുന്നതും ആരാണ്, ടാക്സ് അതോറിറ്റീസ് ആണ് തീരുമാനിക്കുന്നത്. വേർ ദ സ്പെഷ്യൽ ഓഡിറ്റ് കണ്ടക്റ്റഡ് അണ്ടർ സബ്സെക്ഷൻ 1 റിസൾട്ട് ഇൻ ഡിറ്റക്ഷൻ ഓഫ് tax not paid, short paid or erroneously refunded or input tax credit wrongly availed or utilized, the proper officer may initiate action under section 73 or 74. സ്പെഷ്യൽ ഓഡിറ്റ് നടത്തിയിട്ട് എന്തെങ്കിലും ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഡിറ്റർമൈൻ ചെയ്താൽ, നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ്, എന്തെങ്കിലും ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ 73 ആൻഡ് 74 അനുസരിച്ച് ഫർദർ പ്രൊസീഡിങ്സിന് ആര് ഇനീഷ്യേറ്റ് ചെയ്യും, ടാക്സ് ഓഫീഷ്യൽസ് ഇനീഷ്യേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത്രയാണ് സ്പെഷ്യൽ ഓഡിറ്റ് എന്നുള്ളതിൽ പറയാനുള്ളത്. ദെൻ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയിലെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഓഡിറ്റ് ചെയ്യുന്ന ഭരണഘടനാ പദവിയുള്ള ഒരു സ്ഥാപനമാണ്, ഒരു വ്യക്തിയാണ് ഇതെന്ന് പറയുന്നത്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അപ്പോൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ
ചില റൈറ്റ്സും കാര്യങ്ങളും റിലേറ്റഡ് ടു GST അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. GST Act provides power to Comptroller and Auditor General of India to call for any information, records and returns furnished under the GST Act for the conduct of audit under the Comptroller and Auditor General duties, powers and conditions of Service Act. GST Act അനുസരിച്ച് അവിടെ ഒരു ട്രേഡർ ഫർണിഷ് ചെയ്തിട്ടുള്ള റിട്ടേൺസ്, റെക്കോർഡ്സ്, അത്തരത്തിലുള്ള എല്ലാ റെക്കോർഡ്സും, അതായത് GSTയിൽ റിട്ടേൺ ആയിട്ട് ഫയൽ ചെയ്തിട്ടുള്ള എല്ലാ റെക്കോർഡ്സും അത് സമയാസമയങ്ങളിൽ അത്തരം റെക്കോർഡ്സ് ചെക്ക് ചെയ്യാനും ആ റെക്കോർഡ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനൊക്കെ ഉള്ള റൈറ്റ് ആർക്കുണ്ട്? CAGക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. പ്രോപ്പർ ഓഫീസർ ഷാൾ upon request made in this behalf make available to the Comptroller and Auditor General of India or an officer authorized by CAG information, records and returns furnished under the Act and such other information as required for performing the said audit. CAGക്ക് അവരുടെ ഓഡിറ്റ് നടത്തുന്നതിൽ GST ആക്ട് അനുസരിച്ച് അപ്ലോഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ഫയൽ ചെയ്തിട്ടുള്ള റിട്ടേൺസിന്റെ ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇൻ റൈറ്റിംഗ് അത്തരത്തിലുള്ള ഡീറ്റെയിൽസിനുള്ള റിക്വസ്റ്റ് കൊടുക്കുക, ആ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക, ആ ഡീറ്റെയിൽസ് പ്രോപ്പർ ചാനലിലൂടെ അത്തരം ഡീറ്റെയിൽസിന്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടീസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പവർ ആർക്കുണ്ട്? CAGക്ക് ഉണ്ട്. അപ്പോൾ GST ആക്ട് അനുസരിച്ചിട്ട് അതിന്റെ കീഴിൽ വരുന്ന എല്ലാ റിട്ടേൺസും ആവശ്യമാണ് എങ്കിൽ ആ റിട്ടേൺസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ആർക്കുണ്ട്? CAGക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ ദ CAG's DPC എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടീസ്, പവേഴ്സ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആക്ട്. അതാണ് CAGയെ അല്ലെങ്കിൽ ആ ആക്ട് അനുസരിച്ചിട്ടാണ് CAG ഫംഗ്ഷൻ ചെയ്യുന്നത്. പ്രൊവൈഡ് ദാറ്റ് ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് ദ CAG ടു ഓഡിറ്റ് all the receipts payable to the consolidated fund and to satisfy himself that the rules and procedures in relation to receipts into the consolidated funds of India are designed to secure an effective check on the assessment, collection and proper allocation of revenue and are being duly observed. അതായത് ഓഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ അപ്പോൾ അതിൽ CAG ഇന്ത്യയിലെ ഭരണഘടനാ പദവിയുള്ള ഒരു സ്ഥാപനമാണ്. അവരാണ് എന്ത് ചെയ്യുന്നത്? ഗവൺമെന്റിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട് ഒക്കെ ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് ദ CAG ടു ഓഡിറ്റ് ആൾ ദ റെസിപ്റ്റ്സ് പേയബിൾ ടു ദ കൺസോളിഡേറ്റഡ് ഫണ്ട്സ്. അതായത് ഗവൺമെന്റ് GST ഫണ്ടിന്റെ അപ്രോപ്രിയേഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. നമുക്കറിയാം CGST, SGST, IGST എന്നുള്ള രീതിയിലാണ് എന്ത് കളക്ട് ചെയ്യുന്നത്? GST കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ അപ്രോപ്രിയേഷനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് CAG മോണിറ്റർ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അവർക്ക് കിട്ടുന്ന ഫണ്ട് അത് പ്രോപ്പറായിട്ട് അതിന്റെ റെസിപ്റ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ആര് ചെക്ക് ചെയ്യാം? CAGക്ക് ചെക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. പേബിൾ ടു കൺസോളിഡേറ്റഡ് ഫണ്ട് ആൻഡ് ടു സാറ്റിസ്ഫൈ ഹിംസെൽഫ് ദാറ്റ് ദ റൂൾസ് ആൻഡ് പ്രൊസീഡിങ്സ് ഇൻ റിലേഷൻ ടു റെസിപ്റ്റ്സ് ഇൻ ടു ദ കൺസോളിഡേറ്റഡ് ഫണ്ട്സ് ഓഫ് ഇന്ത്യ ആർ ഡിസൈൻഡ് ടു സെക്യൂർ ആൻ എഫക്റ്റീവ് ചെക്ക് ഓൺ ദ അസസ്മെന്റ്. അതായത് ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രോപ്പർ ആയിട്ടുള്ള അസസ്മെന്റ്, അതായത് അത് എത്രയാണ് ടാക്സബിൾ ടാക്സ് ലാബിലിറ്റി എത്രയാണ് എന്നുള്ളത് അസസ് ചെയ്യുന്ന രീതി, അത് കളക്ട് ചെയ്യുന്ന രീതി, അതുപോലെ തന്നെ ആ ഫണ്ട് കളക്ട് ചെയ്താൽ അത് പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്യുന്ന രീതി, അതെല്ലാം തന്നെ കറക്റ്റ് ആണ്, ആക്യുറേറ്റ് ആണ് എന്നുള്ളത് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് ഉറപ്പുവരുത്തുക എന്നുള്ളത് ആരുടെ പവറിൽ വരുന്ന കാര്യങ്ങളാണ്. അത്തരത്തിൽ ഇൻഫർമേഷൻസ് ഒക്കെ ആർക്ക് ചെക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്? CAGക്ക് ചെക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓഡിറ്റ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഒരിക്കലും errors or omissions or fraudulent activities മാത്രമല്ല, we have to follow the procedure which is stated. ഓരോന്ന് ചെയ്യാനും കൃത്യമായിട്ടുള്ളൊരു പ്രൊസീജിയർ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസോ എറേഴ്സോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല, പക്ഷേ നമ്മൾ ആ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഓഡിറ്റ് നടത്തുമ്പോൾ അവിടെ എറേഴ്സ് ഓർ ഫ്രോഡ്സ് എന്നുള്ളതോടൊപ്പം തന്നെ എന്തുകൂടി നോക്കും? പ്രോപ്പർ ആയിട്ടുള്ള പ്രൊസീജിയർ അവിടെ ഫോളോ ചെയ്തിടണോ എന്നുള്ളതും കൂടി നോക്കിയിട്ടാണ് ഓഡിറ്റ് റിപ്പോർട്ട്സ് ഒക്കെ ഫൈനലൈസ് ചെയ്യാറുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ അവിടെ ശ്രദ്ധിക്കും. ഇത്തരത്തിലുള്ള ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ ശ്രദ്ധിക്കും. അവിടെ എറേഴ്സ്, ഒമിഷൻസ് റിലേറ്റഡ് ടു മെറ്റീരിയൽ തിങ്സിന് പുറമെ അത് നോക്കും. അതാണ് മെയിനായിട്ട് നോക്കുന്നത്. അതിന് പുറമെ അതേ ഇമ്പോർട്ടൻസിൽ എന്തും കൂടി നോക്കും? പ്രൊസീജിയർ, അവിടെ ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും കൂടി അവിടെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും.